നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രധാന വാർത്തകൾ. വന്യജീവി ഭീഷണി നേരിടുന്ന വയനാട്ടിൽ ഇന്ന് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം. യോഗം രാവിലെ 9:30 കളക്ടറേറ്റിൽ. മരിച്ച തോമസിന്റെ വീട് മന്ത്രി ഇന്ന് സന്ദർശിക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് BJP നിർവാഹക സമിതി യോഗം. ഇന്നു മുതൽ ഡൽഹിയിൽ യോഗം 2 ദിവസം. നേപ്പാൾ വിമാന ദുരന്തത്തിന് കാരണം യന്ത്ര തകരാർ. 68 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മരിച്ചവരിൽ 3 പേർ പത്തനംതിട്ടയിൽ നിന്നും മടങ്ങിപ്പോയ നേപ്പാൾ സ്വദേശികൾ. കോട്ടയത്തെ ഭക്ഷ്യവിഷബാധ മരണം. ഹോട്ടൽ ഉടമ കാസർഗോഡ് സ്വദേശി ലത്തീഫ് അറസ്റ്റിൽ. ഒളിവിലായിരുന്ന ഉടമ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും. കാര്യവട്ടം ഏകദിനത്തിൽ ഇന്ത്യക്ക് ആധികാരിക വിജയം. തിരുവനന്തപുരം സാക്ഷിയായത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിജയത്തിന്. ഇന്ത്യയുടെ ജയം 317 റൺസിന്. കോഹ്ലിക്കും ശുഭ്മാൻ ഗില്ലിനും സെഞ്ചുറി. കോഹ്ലിയുടേത് ഏകദിനത്തിലെ 46ാം സെഞ്ചുറി. വാർത്തകൾ വിശദമായി. വന്യജീവി ഭീഷണി നേരിടുന്ന വയനാട്ടിൽ ഇന്ന് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം നടക്കും. യോഗം രാവിലെ 9:30 കളക്ടറേറ്റിലാണ്. യോഗത്തിൽ കളക്ടർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. വന്യമൃഗശല്യം തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ, നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. മരിച്ച തോമസിന്റെ വീട് മന്ത്രി ഇന്ന് സന്ദർശിക്കും. തോമസിന്റെ കുടുംബത്തിന് നൽകാം എന്ന് പറഞ്ഞ നഷ്ടപരിഹാരം ഇന്നലെയും നൽകിയില്ല. തുടർക്കഥയാവുകയാണ്. 30 വർഷത്തിനിടെ 27 വിമാന ദുരന്തങ്ങളാണ് നേപ്പാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേപ്പാളിൽ അടിക്കടി ഉണ്ടാകുന്ന വിമാന ദുരന്തങ്ങളിൽ ഒടുവിലത്തേതാണ് പൊക്രയിലേത്. 2000-ന് ശേഷം 10-ലേറെ വിമാനാപകടങ്ങൾ നേപ്പാളിൽ നടന്നു. ഈ അപകടങ്ങളിൽ 200-ലേറെ ജീവനുകളാണ് പൊലിഞ്ഞത്. വെറും 8 മാസം മുൻപ് 2022 മെയ്യിലുണ്ടായ അപകടത്തിൽ 4 ഇന്ത്യക്കാരടക്കം 22 പേരാണ് മരിച്ചത്. 2019 ഫെബ്രുവരിയിൽ നേപ്പാളിലെ തെഹ്താറും ജില്ലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് നേപ്പാൾ ടൂറിസം മന്ത്രി രബീന്ദ്ര അധികാരി അടക്കം 7 പേർ മരിച്ചിരുന്നു. 2018 മാർച്ചിലായിരുന്നു കാഠ്മണ്ഡുവിൽ 67 യാത്രക്കാരും 4 ജീവനക്കാരുമായി വന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള വിമാനം റൺവേയിൽ തകർന്നു വീണ് 51 പേർ മരിച്ചത്. 2016 ഫെബ്രുവരിയിൽ താര എയർലൈൻസ് വിമാനം തകർന്നു വീണ് 23 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2015 മെയ് മാസം അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ നേപ്പാളിൽ തകർന്നു വീണ് 8 പേർ മരിച്ചു. 6 അമേരിക്കൻ നാവികസേനാംഗങ്ങളും 2 നേപ്പാളി സൈനികരുമാണ് മരിച്ചത്. 2012 മെയ് 14-ന് നേപ്പാളിലുണ്ടായ വിമാനാപകടത്തിലായിരുന്നു വെള്ളിനക്ഷത്രം എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന ബാലതാരം തരുണി സച്ദേവ് കൊല്ലപ്പെട്ടത്. വടക്കൻ നേപ്പാളിലെ മലമുകളിൽ വിമാനം തകർന്ന് 15 പേരാണ് അന്ന് മരിച്ചത്. മരിച്ചവരിൽ 13 ഇന്ത്യക്കാരുമുണ്ടായിരുന്നു. ഈ അപകടങ്ങൾക്കെല്ലാം മുമ്പ് 2011, 2006, 2001, 2000 വർഷങ്ങളിലും നേപ്പാളിൽ വിമാന ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയധികം ദുരന്തങ്ങൾ നടന്നതിനാൽ വ്യോമഗതാഗതത്തിന് മതിയായ സുരക്ഷ ഉറപ്പാക്കാത്ത രാജ്യം എന്ന ചീത്തപ്പേരും നേപ്പാളിനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ നേപ്പാളി വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുക പോലും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, യോഗനാഥം ന്യൂസ്. ജോഷിമഠിൽ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വിവേചനം ആരോപിച്ച് പ്രതിഷേധവുമായി രാത്രി നാട്ടുകാർ രംഗത്ത് വന്നു. നിരവധി കെട്ടിടങ്ങളിലെ വിള്ളലുകൾ വലുതായി. നഗരത്തിലെ മറ്റ് 2 ഹോട്ടലുകൾ കൂടി ചെരിഞ്ഞ് അപകടാവസ്ഥയിലായി. ആദ്യഘട്ട നഷ്ടപരിഹാര തുക ലഭിച്ചില്ല. 12 ദിവസങ്ങളായി പുനരധിവാസം സംബന്ധിച്ച് സർക്കാർ മൗനം പാലിക്കുന്നു. ഈ വിഷയങ്ങൾ ഉന്നയിച്ചാണ് രാത്രി പ്രതിഷേധം നടന്നത്. സിനിമാ സംവിധായിക നയന സൂര്യയുടെ ദുരൂഹ മരണത്തിൽ പോലീസ് വീഴ്ചയുടെ മറ്റൊരു നിർണായക തെളിവ് കൂടി പുറത്ത്. നയന സൂര്യന്റെ വസ്ത്രങ്ങൾ മ്യൂസിയം സ്റ്റേഷനിൽ കാണാനില്ല. ക്രൈംബ്രാഞ്ച് ആവശ്യപ്രകാരം നടത്തിയ പരിശോധനയിൽ വസ്ത്രങ്ങൾ കണ്ടെത്തിയില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച രേഖകളും സ്റ്റേഷനിലില്ല. നയനയുടെ ചുരിദാർ, അടിവസ്ത്രം, തലയണ, ഉറ, പുതപ്പ് എന്നിവയാണ് കാണാതായത്. ഇവ RDO, കോടതി, മ്യൂസിയം പോലീസിനെ സൂക്ഷിക്കാൻ കൈമാറിയിരുന്നു. ഇവയെല്ലാം ഫോറൻസിക് ലാബിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കാൻ ക്രൈംബ്രാഞ്ച് ഇന്ന് കത്ത് നൽകും. കായിക വിശേഷങ്ങൾ. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ ആരവം ഉയരുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് കച്ചവടത്തിന് എത്തിയവർ നിരാശരായി.
സാധാരണ നിറഞ്ഞു കവിയാറുള്ള സ്റ്റേഡിയം ഇത്തവണ പതിവ് തെറ്റിച്ചപ്പോൾ ഇവരുടെ പ്രതീക്ഷകളാണ് ഇല്ലാതായത്. വട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരം മുറുകുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് ഉപജീവനത്തിനായി എത്തിയ നിരവധി ആളുകളുണ്ട്. ജേഴ്സി വിൽപ്പനക്കാരായിരുന്നു ഇക്കൂട്ടത്തിലേറെ. ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയും ഇന്ത്യൻ പതാകയും വിൽക്കുന്നതിനായി തലസ്ഥാനത്തേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരെ കച്ചവടക്കാർ എത്തിയിരുന്നു. வியாபாரம் இல்லை, ஆனால் கூட்டமும் நிறைய வரல. கூட்டம் இல்லாதனால வியாபாரம் கொஞ்சம் டல்லாக தான் போகுது. ஆனாலும் இருந்தாலும் ஜாலியாக இருக்குது. ഉപജീവനത്തിനായി കൈക്കുഞ്ഞുങ്ങളെ വരെ കൂടെ കൊണ്ടുവന്ന കച്ചവടം നടത്തിയവർ ഇക്കൂട്ടത്തിലുണ്ട്. വിൽപ്പന കുറഞ്ഞതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മാത്രമാണ് ഇവർക്ക് ബാക്കി. ഇത്തവണത്തെ കച്ചവടം വളരെ മോശമായി. എന്താ സംഭവം ചോദിച്ചാൽ ആള് വന്നില്ല, പിന്നെ കച്ചവടക്കാർ നിറയെ ഉണ്ടായിരുന്നു. വളരെ മോശം. അത്ര സ്റ്റേഡിയത്തെ ആൾ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. ടിക്കറ്റ് ഉണ്ട്, ആളില്ല. അത് കാരണം ജേഴ്സി കുറവാണ് വിറ്റത്. കാര്യമില്ല, ജേഴ്സി കച്ചവടം അല്ല, കാര്യമില്ല. കച്ചവടം നടന്നില്ലെങ്കിലും പ്രിയ താരങ്ങൾ മിന്നും പ്രകടനം കാഴ്ചവെച്ചല്ലോ എന്ന് സന്തോഷിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. അടുത്ത അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ വിൽപ്പന തകൃതിയാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഗാലറി നിറയുന്ന അന്നത്തെ മത്സര ദിവസം കാണാമെന്ന് പറഞ്ഞ് അവർ വീടുകളിലേക്ക് മടങ്ങി. പകുതിയിലധികമുള്ള ഇന്ത്യൻ ജേഴ്സിയും പതാകയുമായി. ക്യാമറാമാൻ കിരൺ നന്ദനത്തിനൊപ്പം അക്ഷര, യോഗനാഥൻ ന്യൂസ്. സ്റ്റേഡിയത്തിൽ ആളുകൾ കുറവായിരുന്നുവെങ്കിലും സംഘാടനം വലിയ വിജയമായിരുന്നു. വരാനിരിക്കുന്ന ലോകകപ്പിലെ ഒരു മത്സരമെങ്കിലും ഗ്രീൻഫീൽഡിൽ നടത്താനുള്ള ശ്രമമാണ് ഇനി നടത്തുക എന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് യോഗനാഥൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിന് തൊട്ടു പിന്നാലെ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ജയേഷ് ജോർജ്, KCA പ്രസിഡന്റ്. ശ്രീ ജയേഷ് ജോർജ്, വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രധാനമായും ആദ്യം ഒരു വൺഡേ നടന്നപ്പോൾ നമ്മൾക്കുണ്ടായിരുന്ന ഒരു ആവശ്യം, തൊട്ട് പിന്നാലെ 2020 നിരവധി നടന്നു. ഇപ്പോൾ വീണ്ടും ഒരു വൺഡേ പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ പ്രധാനമായും ആൾക്കാർ സംസാരിക്കുന്നൊരു വിഷയം ഈ കാണികളുടെ കുറവിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ? കാണികളുടെ കുറവ് തീർച്ചയായിട്ടും കളിയെ ബാധിക്കും എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കിപ്പോൾ ആ ഒരു ചിന്ത മാറി. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അപ്പോഴും നല്ലൊരു മത്സരം കാഴ്ചവെക്കാനായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക, ഇവിടെ പല മാച്ചസും ലോ സ്കോറിംഗ് മാച്ചസ് ആയിരുന്നു എന്നുള്ളൊരു പരാതിയല്ല, നമ്മൾ പൊതുവെ ചർച്ച നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷവും T20 മാച്ച്. പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് 390 റണ്ണ് വരിക, 2 സെഞ്ചുറി പിറക്കുക, അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ ടീമിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് മികച്ചരി. അപ്പം ഏതായാലും ഒരു ടീം എന്നുള്ള നിലയിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു മാച്ചിൻ്റെ വിജയം, മാച്ചിൻ്റെ വിജയം സംബന്ധിച്ച് KCA സംതൃപ്തരാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. രാവിലെയൊക്കെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു തീർച്ചയായിട്ടും, ആ ഒരു ടിക്കറ്റ്സിൻ്റെ ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു മത്സരം ഇന്ത്യൻ ടീം കാഴ്ചവെച്ചു. ശ്രീലങ്കൻ ടീം മോശമായി 2 ഇഞ്ചുറി വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ വിവാദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ KCAയുടെ ഭാഗത്തു നിന്നും എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന മാതിരി മത്സരം വിജയമായിരുന്നു. നമ്മുടെ സംഘാടന മികവെന്നുള്ള രീതിയിൽ യാതൊരു ഇൻസിഡൻസും ഉണ്ടായിട്ടില്ല. നല്ല അപ്രീസിയേഷൻ. കാണികൾ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് അത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അതത് സംബന്ധിച്ച് നമുക്കൊരു എന്താ പറയുക, വി ആർ സാറ്റിസ്ഫൈഡ് അല്ലേ. നമുക്കൊരു നല്ല മാച്ച് കാണാൻ പറ്റി, 2 സെഞ്ചുറി കാണാൻ പറ്റി. ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളിവിടെ ആയിരുന്നെങ്കിലും അപ്പോഴും അതൊരു, പിന്നെ കാണികൾക്ക് അതിനൊരു എന്താ പറയുക, ഇതൊരു നേരിട്ട് കാണാനുള്ളൊരു അനുഭവം മിസ്സായെന്ന് നമുക്ക് പറയാം. എങ്കിലും നമുക്കത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് വീണ്ടും ആലോചിക്കേണ്ടതാണ്. കാരണം ഒരു മാച്ച് വരുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഒരാഴ്ച മുമ്പ് ഇത്തരം വിവാദങ്ങളങ്ങ് ഉയരും. അത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത്? അസോസിയേഷൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, വിവാദങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ വിവാദങ്ങൾ കാരണം ലോകം മുഴുവൻ അറിയുന്നുണ്ടല്ലോ കേരളത്തിൽ ഇങ്ങനെ ഒരു മാച്ച് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ച് വന്നപ്പോൾ നമ്മുടെ ആ വിവാദങ്ങൾ, ശ്രീലങ്ക മാച്ചിലും ഈ വിവാദങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളെല്ലാം കൂടി പ്രൊമോട്ട് ചെയ്തത് വാർത്തയാക്കി അതൊരു പോസിറ്റീവായിട്ട് എടുക്കാമല്ലോ നമുക്ക്. എന്തായാലും BCCയുടെ ഒരു പ്രധാന പദവിയിലിരുന്ന വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലും ആശങ്ക, ഇനിയിപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്നു, നമുക്കൊരു വെന്യൂ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിലെന്തെങ്കിലും ആശങ്ക ഇപ്പോൾ ഈ സമയത്ത് KCAക്കുണ്ടോ? വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ BCCA കുറേ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണല്ലോ BCCA ഒരു വേൾഡ് കപ്പ് അലോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മാച്ച് വരുന്നപ്പോഴും ഈവൻ അടുത്ത് ഈ IPLൻ്റെ ഓപ്ഷനിൽ ജയ്ഷായും അവരും എല്ലാവരും വന്നപ്പോഴും ഞാൻ അങ്ങനെ ഒരു സൂചിപ്പിച്ചു, തിരുവനന്തപുരത്ത് പറ്റുമെങ്കിൽ ഒരു മാച്ച് തരണം എന്നുള്ള കാര്യം. പക്ഷെ അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ള കാര്യം. നമുക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ നമ്മൾ കേരളം തന്നെ ഒരു കോർണറിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ ട്രാവലിംഗ്, ബാക്കി ടീമുകളുടെ ഇവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് വളരെ കുറവാണ്. മിക്കവാറും ആ സമയത്തൊക്കെ ചാർട്ടർ ഫ്ലൈറ്റ്സിലായിരിക്കും ടീം ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു
ഒരു ഇതിലർത്ഥമില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടും എല്ലാം വളരെ അപ്രീസിയേഷനാണ്. എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ജയ്ഷ ചോദിച്ചത് എന്തുകൊണ്ട് നമുക്ക് ഈ ഗ്രൗണ്ട് എടുത്തുകൂടാ, CM ആയിട്ട് സംസാരിക്കാൻ. അത് ഇങ്ങോട്ട് പറഞ്ഞു, ഐ കാൻ ടു സ്പീക്ക് ടു പിണറായി വിജയൻ ആൻഡ് ഹാവ് ദിസ് ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങളതനുസരിച്ച് അദ്ദേഹത്തിനെ കണ്ട് നമ്മളിത് എടുക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്കറിയാമല്ലോ, അതൊരു വൺ ഡേ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാര്യം നമ്മൾക്ക് ഇവിടെ ഇതൊരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റ് എക്സിസ്റ്റിംഗ് ആണ്. ഗവൺമെൻറ്റും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും KSFL-ഉമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിന് 2027 വരെ KSFL ഇവിടെ. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇടയ്ക്കൊക്കെ വാർത്തകൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയം BCCI KCയോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? അത് ഒഫീഷ്യലി അല്ല. കാര്യം നമ്മൾക്ക് ഒരു വാർത്ത മീഡിയ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന BCCIയുടെ മീഡിയ ടീമും എല്ലാം ഇത് ശ്രദ്ധിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് നമ്മൾക്കും ഒരിക്കലും നമ്മളുടെ ഒരു പേരൻറ്റ് ബോഡി എടുത്ത് ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു വിഷയവും സംഭവിച്ചില്ല. കാരണം ഗവൺമെൻറ് എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ റൈറ്റ് ഫ്രം ഡേ വൺ അവരുടെ ഒരുപാട് ഗവൺമെൻറ് സപ്പോർട്ട് കൂടിയാണല്ലോ മാച്ച് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പല ഫാക്ടേഴ്സ് പറഞ്ഞു. അതായത് നമ്മുടെ ശബരിമലയുടെ ഫാക്ടർ, പൊങ്കൽ ഫാക്ടർ, നാളെ CBSEയുടെ ബോർഡ് പ്രീ എക്സാം ഫാക്ടേഴ്സ്, പിന്നെ ബാക്ക് ടു ബാക്ക് മാച്ചസ് നടക്കുന്നു. അപ്പോൾ നമ്മളൊരിക്കലും ഗവൺമെൻറ്റിനെയോ സ്പോർട്സ് മിനിസ്റ്ററിയോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റോ BCCIയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു കമൻറ്റ് ആവശ്യമില്ല. കാരണം നമുക്ക് വീണ്ടും മാച്ചസ് വരണം. അപ്പോൾ അത് തന്നെയാണല്ലോ KCA പ്രവർത്തിക്കുന്നതും. എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ പോകുന്നു. അടുത്ത റൊട്ടേഷൻ അനുസരിച്ച് വീണ്ടും നല്ലൊരു മാച്ച് ഇവിടെ പ്രതീക്ഷിക്കുന്നു. റൊട്ടേഷൻ വൈസ് എന്തായാലും നമുക്ക് മാച്ച് കിട്ടും. നമ്മൾ വേൾഡ് കപ്പിനായിരുന്നു വറീഡ്. വേൾഡ് കപ്പോ അല്ലെങ്കിൽ ഒരു IPL ഫ്രാഞ്ചൈസി ഇപ്പോൾ വിമൺ IPLനൊക്കെ പോകുമ്പോൾ ഇങ്ങനൊരു വാർത്ത അവരെ കാണും, അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്ത വാർത്തയൊക്കെ വരുമ്പോൾ അങ്ങനെ എനിക്ക് അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ KCA സംബന്ധിച്ച്. വേൾഡ് കപ്പും IPLും അല്ലാതെ മാച്ചസ് റൊട്ടേഷൻ വൈസ് നമുക്ക് വരേണ്ടതാണ്. അത് മഴ സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മാറ്റിപ്പിടിക്കും. ആ ഒരു കാര്യത്തിൽ BCCയും KCAയും നമ്മൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നല്ലൊരു അറേഞ്ച്മെൻറ്റുമാണല്ലോ ഉള്ളത്. ഞാൻ അവിടെ 3 വർഷം ഇരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ആശങ്കയില്ല. ഈ സർക്കാരുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, കാരണം ഇനിയും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് അടക്കമുള്ള പല കാര്യങ്ങളും നടപ്പാക്കാനുണ്ട്, എന്തെങ്കിലും ചർച്ചകൾ ഉടൻ മന്ത്രിയുമായോ അങ്ങനെ ഏതെങ്കിലും തലത്തിലോ? തീർച്ചയായിട്ടും ഞങ്ങൾ മന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, എന്താണെന്ന് നമുക്കറിയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ KCA ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചതാകാം. പക്ഷേ അതുകൊണ്ട് എന്താണ് KCA കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളതെന്ന് മീഡിയയ്ക്ക് അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയാം. കാര്യം നമ്മളുടെ ഈവൻ യങ്സ്റ്റേഴ്സിൻ്റെ പ്രൊമോട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ജോജനറിയാലോ, ഒരു 7-8 വർഷം മുമ്പ് നോക്കിയാൽ 36 അസോസിയേഷനിൽ 32-34 അസോസിയേഷനിൽ ആ ഒരു ഭാഗത്തായിരുന്നു KCA കിടന്നത്. ഇപ്പോൾ ടോപ്പ് 4-5 അസോസിയേഷനിൽ നമ്മൾ ബംഗാളിനെ തോൽപ്പിക്കുന്നു, മുംബൈയിലെ തോൽപ്പിക്കുന്നു, ഡൽഹിയെ തോൽപ്പിക്കുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യവും ക്വാളിഫൈ ചെയ്യുന്നു, എല്ലാ ടീമും, ജൂനിയർ ടീം. ഇപ്പോൾ വിമൺ ഒരു അണ്ടർ-19 കുട്ടി അണ്ടർ-19 ഇന്ത്യ കളിച്ചു. അതൊക്കെ KCA കൊടുക്കുന്ന എഫർട്ടാണല്ലോ. നമ്മുടെ കീഴിൽ 30ഓളം കോച്ചുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, 14 ഗ്രൗണ്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്റർ ഡിസ്ട്രിക്ട് മാച്ച് മുതൽ സ്റ്റേറ്റ് മാച്ചസ് വരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ KCA ഈ പറഞ്ഞ മാച്ച് നടത്തിയ ലാഭത്തിൽ നിന്നും അല്ലെങ്കിൽ BCCയുടെ ഗ്രാൻഡിൽ നിന്നുമാണല്ലോ പോകുന്നത്. നമ്മൾ ഈവൻ അതർ സ്പോർട്സിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം മിഷൻ ഗോൾഡ് എന്നുള്ള രീതിയിൽ KCA ശ്രീനിത് മോഹൻ്റെ നമ്മുടെ ഔസഫ് സാറിൻ്റെ കീഴിൽ നമ്മളൊരു വിങ് തന്നെ കോച്ച് പ്രവർത്തിച്ചിരുന്നു. നമ്മൾക്ക് എന്താ പറയുക, കോവിഡ് വന്നപ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചു. നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ സഹകരിച്ചു. നമ്മളുടെ എന്താ പറയുക, പ്രളയം വന്നപ്പോൾ KCA സഹകരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ആരോ തെറ്റിദ്ധരിച്ചതായിരിക്കാം. അതൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. കാണികളുടെ എണ്ണം പ്രതീക്ഷിച്ച അത്ര എത്തിയില്ലെങ്കിലും KCA സംതൃപ്തരാണ്. ഒരു ലോകകപ്പ് മാച്ച് ഇവിടെ എത്തിക്കാനുള്ളൊരു ശ്രമം KCA തുടരും. നന്ദി ശ്രീ JH ജോർജ്. മന്ത്രിയുടെ പരാമർശത്തിന്റെ പേരിലാണോ കാണികളുടെ എണ്ണം കുറഞ്ഞതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് KCA സെക്രട്ടറി വിനോദ് S. കുമാർ പറഞ്ഞു. മന്ത്രിയുടേത് തെറ്റിദ്ധാരണയാണെന്നും അത് മാറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും വിനോദ് കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾക്കിടയിലും ഇന്ത്യ-ശ്രീലങ്ക മത്സരം വിജയമായതിൻ്റെ സന്തോഷത്തിലാണ് KCA സെക്രട്ടറി ശ്രീ വിനോദ് ചേരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മുഖത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. എണ്ണം കുറവാണ്, ഗാലറിയൊക്കെ നമ്മൾ വിചാരിച്ചത്ര ആളില്ല. എങ്കിൽ കൂടിയും എന്താണ് ഈ ഒരു നിമിഷത്തിൽ ഒരു സത്യമുള്ളൊരു ഗെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോൺട്രവേഴ്സികളെ എല്ലാം അല്ലെങ്കിൽ വിവാദങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും ഒരു ഹൈ സ്കോറിംഗ് മാച്ചായി, ഈ സീരീസിൽ തന്നെ ഹൈ സ്കോറിംഗ് മാച്ചായി. വിരാട് കോഹ്ലിയുടെ ഒരു 150+ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇതിനപ്പുറം ഒരു ക്രിക്കറ്റ് സ്നേഹികൾ ഇത്രയും ഈ വിവാദങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇവിടെ ഈ മാച്ച് കാണാൻ വന്നവർക്ക്
ആവശ്യത്തിലും എന്താണ് പ്രതീക്ഷിച്ചതിലും വളരെ അധികം ഒരു ഇന്ത്യയുടെ ആ ഒരു വളരെ ഒരു എന്താണ് ഇത്രയും ഒരു വലിയൊരു പെർഫോമൻസ് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതിന് എന്താണ് വേദിയാകാനും നമുക്ക് പറ്റി. ഇപ്പോൾ പലപ്പോഴും ഇവിടെ നടക്കുന്നത് ലോ സ്കോറിംഗ് മാച്ചുകളായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നവംബർ അങ്ങനെ ആ സമയങ്ങളിലൊക്കെ കൂടുതൽ മാച്ച് നടക്കുന്നു. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ബൗളിങ്ങിന് എയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു എന്താണ് മനോഹരമായ ബാറ്റിംഗ് പെർഫോമൻസ് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള. സാമ്പത്തികമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ലേ? കാരണം നമ്മൾ വിചാരിച്ചൊരു സാധാരണ എപ്പോഴും ഇവിടെ മത്സരം നടന്നാലും നിറഞ്ഞ കാണികളാണ്. അപ്പോൾ അത്രത്തോളം വരാത്തതിൽ ഒരു സാമ്പത്തികപരമായ കേസിലേക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ അല്ല, ഒരു മത്സരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് KCA സംബന്ധിച്ച് വളരെ ഒരു നിർണായകമായ ഒരു വരുമാനമല്ല. നമ്മുടെ എന്താണ് ഒരു ആനുവൽ ഒരു ഇൻകം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. നമുക്കൊരു മത്സരം നടത്തുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം വെച്ചിട്ട് നമ്മളുടെ ഈ 12 ഫസ്റ്റ് ക്ലാസ് സ്റ്റേഡിയങ്ങളുണ്ട്. അത് മെയിൻ്റനൻസിന് പോലും അതാകത്തില്ല ഒരിക്കലും. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് കഴിഞ്ഞ മത്സരത്തിനായിരുന്നു. അതിൽ നിന്ന് ഉണ്ടായ ഒരു ലാഭം വെച്ചിട്ട് പോലും നമുക്കൊരു 4 കോടിയോളം രൂപ മിനിമം ഒരു വർഷം നമ്മുടെ സ്റ്റേഡിയങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. 4 അല്ല, ഒരു 5 കോടിയോട് അടുപ്പിച്ച് വേണം. അതൊരിക്കലും അതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല KCA ഈ ക്രിക്കറ്റിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളായിട്ട് വന്നത്. അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കത്തൊന്നുമില്ല. ഈ മന്ത്രിയുടെ ഒരു അനാവശ്യ വിവാദമായി പോയെന്നൊരു ചിന്തയുണ്ടോ ഇപ്പോൾ? അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ഡിബേറ്റബിളാണ്. അത് നമുക്ക് ഇതാണ്. പക്ഷെ അത് കാരണം ഉണ്ടായ ഒരു കുറച്ചൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കാം. അത് സെയിൽ കുറയാൻ അതും ഒരു റീസണാണ്. പക്ഷേ ഈ CBSE എക്സാമൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നാളെ 12th CBSE 12th പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അതുപോലെ ഈ എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെയൊക്കെ അവരുടെ ഇതുണ്ട്, സെമസ്റ്റർ എക്സാംസ് ഒക്കെ നടക്കുകയാണ്. അതൊക്കെ ഒരു റീസണാണ്, അതും ഒരു റീസണാണ്. അല്ല, എന്തായാലും ഈ കാര്യങ്ങൾ വിശദമായി KCA ചർച്ച ചെയ്യപ്പെടുമോ? കാരണം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, കാരണം വിവാദം നമ്മളെ ഒരു കൂടപ്പുറപ്പായി പോയോ എന്നൊരു സംശയം. അല്ല, ഒരിക്കലും അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിവാദങ്ങളെ പുറകെ പോയിട്ടുമില്ല. നമ്മളായിട്ടുണ്ടാക്കുന്ന വിവാദമല്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നടക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു, അത് വിവാദമാകുന്നു. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വിവാദങ്ങൾ, റേറ്റ് ആക്ച്വലി കുറവായിരുന്നിട്ടും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വിവാദമാകുന്നു. നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല. നമ്മളൊരിക്കലും ഒരു വിവാദത്തിൽ പോയി പെടാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയും കൂടാണ്. എന്തായാലും ഒരു വേൾഡ് കപ്പ് മാച്ച് അടുത്ത നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനുള്ളൊരു ശ്രമം തന്നെ ആയിരിക്കില്ല ഇനി നടക്കുക? തീർച്ചയായിട്ടും ഇതിപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവാണ്. ഇത്രയും ഒരു വലിയൊരു സ്കോർ വന്നതും അത് ഇന്ത്യയുടെ ഇങ്ങനെ ഒരു പെർഫോമൻസ് വന്നതും വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അത് താങ്ക് യു വെരി മച്ച്. എന്തായാലും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് KCAയുടെ സെക്രട്ടറി ശ്രീ വിനോദ് എസ് കുമാറും പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ കിരൺ നന്ദനത്തിനൊപ്പം ജോയ് നായർ, യോഗനാഥൻ ന്യൂസ്. സ്റ്റേഡിയത്തിലേക്ക് വരാതിരുന്ന കാണികൾക്ക് ഇന്നലത്തെ ഇന്ത്യ-ശ്രീലങ്ക മത്സരം വലിയ നഷ്ടമാണെന്ന് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി യോഗനാഥം ന്യൂസിനോട് പറഞ്ഞു. തൊട്ടു പിന്നാലെ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ബിനീഷ് കോടിയേരി. സ്വാഗതം. മാച്ച് എങ്ങനെ കണ്ടു? എത്രത്തോളം ഹാപ്പിയായി? വളരെ മനോഹരമായൊരു മാച്ച്, വളരെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം. 2 സെഞ്ചുറികൾ പിറന്നിരിക്കുന്നു. ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയുടെയും മനോഹരമായ 2 ഇന്നിങ്സുകൾ കാണാൻ പറ്റി. അത് അത്രയും മനോഹരമായൊരു കളി ഇന്ത്യൻ ടീമിൽ നിന്നും കാണുവാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമാകാൻ പറ്റി. അതിൽ വളരെ മികച്ച ഒരു പിച്ച് ഒരുക്കാൻ പറ്റി. ഇതെല്ലാം ഇതിൻ്റെ ഒരു സന്തോഷം വർദ്ധിപ്പിക്കുന്നു. ഈ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു കപ്പാസിറ്റി വന്നില്ല. അതിലെന്തെങ്കിലും ഒരു വിഷമം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിമായി കാണുന്നുള്ളൂ? സ്വാഭാവികമായിട്ട് അതൊരു വിഷമം തന്നെയാണ്. കാരണം അത്രയും നല്ല പെർഫോമൻസ് കാണുവാൻ വേണ്ടിയുള്ളൊരു അവസരം നമ്മുടെ കാണികൾ നഷ്ടപ്പെടുത്തി. അത്രയും നല്ലൊരു മത്സരം നേരിട്ട് കാണുവാൻ വേണ്ടി കേരളത്തിലൊരു മത്സരം വന്നു, നേരിട്ട് കാണുവാനുള്ളൊരു അവസരമുണ്ടായി. ഇന്ത്യൻ ടീം പെർഫോം ചെയ്യുന്നു. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള മത്സരങ്ങളിൽ ഒരു മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 സെഞ്ചുറി വന്നിരിക്കുന്നു. അതെല്ലാം ഒരു വലിയ മിസ്സല്ലേ? കാണികൾക്ക് വേണ്ടിയിട്ടല്ലേ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്? അപ്പോൾ നേരിട്ട് കാണുവാൻ പറ്റുന്ന ഇത്രയും വലിയൊരു നല്ലൊരു സ്റ്റേഡിയം, ഇത്രയും കഴിഞ്ഞ 4 മാച്ചുകളിലായിട്ട് ഇത്രയും നല്ല ആളുകൾ വന്നൊരു സ്റ്റേഡിയത്തിൽ ആളുകളില്ലാതിരുന്നത് വരാതിരുന്ന ആളുകളുടെ ഒരു നഷ്ടമാണ്. എന്തായാലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് ശരിയാകുകയാണോ എന്നുള്ളൊരു, പ്രത്യേകിച്ച് ഒരു KCAയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ? അല്ല, ഈ വിവാദങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കല്ല നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ചിന്തയിലോട്ടല്ലല്ലോ നമ്മൾ പോകേണ്ടത്. നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇന്ത്യയുടെ കളിയാണ്. ഇന്ത്യയുടെ കളി കേരളത്തിൽ വന്നു, തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ ഇന്ത്യയുടെ കളി ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ശരിയായ രീതിയാണോ? അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇന്ത്യയുടെ കളിയാണ്, നമ്മുടെ കളിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കളിയാണ്, നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന കളിയാണ്. നമ്മളാണ് അതിനെ വിജയിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള കളികൾ കൂടുതൽ വന്നാൽ മാത്രമേ ഇവിടെ വലിയ രീതിയിലൊരു സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, ക്രിക്കറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ.
നമ്മുടെ നാടിൻ്റെ അടയാളം കൂടുതലായിട്ട് ലോകശ്രദ്ധ ആകർഷിക്കുകയുള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്റ്റാണ്. ഒരു ഇൻ്റർനാഷണൽ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ മാത്രം കാര്യമല്ലല്ലോ, നമ്മൾ ആ സ്ഥലത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേണം ഒരു ഇൻ്റർനാഷണൽ മത്സരങ്ങളെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അതിനെ എടുക്കുകയും ചെയ്യേണ്ടത്. നമുക്കൊരു വേൾഡ് കപ്പാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഒരു വേൾഡ് കപ്പ് ഈ മെനുവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ്. അത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ. ഞങ്ങളെല്ലാവരും അതിലേക്കുള്ളൊരു പ്രയാണത്തിലാണ്, നമ്മൾ അതിലേക്കുള്ള പ്രയാണത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ ഇപ്പം ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായി. പക്ഷേ നിങ്ങൾ നോക്കൂ, ഏറ്റവും മോശമാകുമെന്ന് ഇത്രയും നാളും പ്രവചിച്ചിരുന്ന പിച്ചാണ് ഏറ്റവും അനുകൂലമായത്. അപ്പോൾ ചില ഘടകങ്ങൾ നമുക്ക് മോശമാകുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും മനോഹരമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിന്നത്. അപ്പം വളരെ മോശമായിരുന്ന പിച്ചായിരുന്നു എന്ന് വിലയിരുത്തിയ കാര്യവട്ടം ക്യാമ്പസിൽ 2 സെഞ്ചുറികൾ വിരാട് കോഹ്ലിയുടെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും. ഞാനത് അത്ര ഇതായിട്ട് പറയാൻ കാരണം ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യവട്ടം പിച്ച് വളരെ മോശമാണ്, റൺ ഒഴുകും, എവിടെ റൺ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളുണ്ട്. പക്ഷേ വളരെ മനോഹരമായ റണ്ണുകൾ വന്നിരിക്കുന്നു. അപ്പം ഇത്രയും നല്ലൊരു പിച്ച് ഒരുക്കാൻ വേണ്ടി സാധിച്ചു. ആ ഘടകം വലിയൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾ മുന്നിൽ കാണുന്നു. ഞങ്ങൾ അതിനുള്ള ശ്രമം തുടരും. ഓക്കെ, എന്തായാലും ഈ വിവാദങ്ങളൊക്കെ ഇതിന് തൊട്ട് പിന്നാലെ കെട്ടടങ്ങും എന്ന് തന്നെ കരുതുന്നു അല്ലേ? കാരണം ഈ വരാതിരുന്നവർക്ക് നഷ്ടം അത്രയേ ഉള്ളൂ. ഇതൊന്നും ഇന്നത്തോടു കൂടിയുള്ളൂ. ഇതൊക്കെ ഇന്നത്തോടുകൂടി കഴിഞ്ഞു. നാളെ നിങ്ങൾ നോക്കുന്ന അടുത്ത മാസം ഒരു മാച്ച് വരട്ടെ, ഈ കാണികൾ തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് വരും. ഈ കാണികൾ തന്നെ അല്ലെങ്കിൽ ഈ ഓഡിയൻസ് തന്നെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മുന്നിട്ടിറങ്ങും. ഇതൊരു ഒരു പോയിന്റ് ഓഫ് ആക്ഷനിൽ വന്ന ഒരു കാര്യം, അതിനെ അവർ ആ വൈകാരികതയോടെ എടുത്തു. ആ വൈകാരികത ഈ മാത്രമല്ല അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ശബരിമല സീസൺ നടക്കുന്നു, CBSE പ്രീ ബോർഡ് എക്സാം നടക്കുന്നു, ഇവിടെ പൊങ്കൽ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പൊങ്കൽ ഒരു വലിയ ഫാക്ടറാണ്. ഇതൊക്കെ ഒരു ഘടകമാണ് ഇതിനെ സംബന്ധിച്ചിട്ട്. എന്തായാലും നന്ദി ശ്രീ ബിനീഷ്. വീണ്ടും KCA പ്രതീക്ഷയിൽ തന്നെയാണ്. കൂടുതൽ മാച്ചുകൾ ലഭിക്കും, പ്രത്യേകിച്ച് വേൾഡ് കപ്പ് അടക്കമുള്ളൊരു മാച്ചുകൾ ഇവിടെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ക്യാമറമാൻ കിരൺ നന്ദനത്തിനൊപ്പം ജോയി നായർ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.